1961 ഗുജറാത്തിൽ ഇതേപോലെ ഒരു സെഷൻ നടക്കുന്നത്. അന്ന് AICCയുടെ സെഷൻ നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, YB ചവാനുണ്ട്. അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സ്റ്റാൾവാർട്ടുകളെല്ലാം ഉണ്ട്. ആ സമയത്ത് വലിയ ചർച്ചകൾ നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് ഈ പ്രവർത്തക സമിതിയുമായി ബന്ധപ്പെട്ട് ഒരു തിരഞ്ഞെടുപ്പും അവിടെ നടന്നില്ല എന്നുള്ളതാണ്. അന്ന് 7 സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. ഗുജറാത്തിൽ അവസാനമായി നടന്ന 1961 AICC സെഷനിൽ വളരെ ക്രിട്ടിക്കലായ ഡിസ്കോഴ്സാണ്, അഥവാ വിമർശനാത്മകമായിട്ടുള്ള വ്യവഹാരമാണ് നടന്നത്. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പോളിസിയെ വിമർശിക്കുന്നതിനോടൊപ്പം 3ാം പഞ്ചവത്സര പദ്ധതിയുടെ സക്രിയമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പാർട്ടി സംഘടനാ തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് YB ചവാനും ഇന്ദിരാഗാന്ധിയും മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഒരു പവർ സെന്റർ അവിടെ ഉണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു ഉണ്ട് എന്ന് ആലോചിക്കണം. ഇന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലെ സ്റ്റാൾവാർട്ടായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ടായിട്ട് പോലും വലിയ വിമർശനങ്ങൾ ഉയരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ AICC സമ്മേളനത്തിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് പ്രവർത്തക സമിതിയിലാവട്ടെ, തുടർന്ന് നടന്ന AICC സമ്മേളനത്തിലാവട്ടെ, രാഹുൽ ഗാന്ധിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നേതൃത്വത്തിനെതിരെയോ ഒരു വാക്ക് പോലും വിമർശനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്തുതിപാഠകരായിരുന്നു കൂടുതലും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിന്ന് പോയ കുറച്ച് നേതാക്കൾ മാത്രമാണ് ക്രിയാത്മകമായി എന്തെങ്കിലും അവിടെ സംസാരിച്ചത് എന്നാണ് നമുക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.